നമസ്കാരം. പ്രയാഗ്രാജിലെ കുംഭമേള നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. സ്വാമിമാരെന്നും പറഞ്ഞ് അവിടെ വന്നിരിക്കുന്ന കുറേ സന്യാസി വര്യന്മാർ അവിടെ കാട്ടിക്കൂട്ടിയ പല ട്രിക്കുകളും തന്നെ നമുക്ക് പറയാം. കാരണം മാജിക്കുകള്, ട്രിക്കുകള്, ഡാൻസുകള്, എന്തെല്ലാം പ്രഹസനങ്ങളായിരുന്നു. ഇതാണോ ഒരു മഹത്തരമായ കുംഭമേളയിൽ നടക്കേണ്ട ആചാരങ്ങൾ? വളരെ അറപ്പും വെറുപ്പും തോന്നുന്ന പല കൃത്യങ്ങളുമാണ് നമ്മളവിടെ സ്വാമിമാരിലൂടെ കണ്ടത്. അഘോരികളെന്നോ നാഗസ്വാമിമാരെന്നോ ഒക്കെ ഉള്ള പേരിൽ വന്നിട്ട് അവിടെ ധർമ്മം തിന്നാനിരിക്കുന്ന കുറേ അഘോരികൾ, അവർ കാണിക്കുന്ന മാജിക്കുകൾ, അത് ഒക്കെയായിരുന്നു അവിടുത്തെ ഒരു ഹൈലൈറ്റ് പ്രോഗ്രാം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് വളരെ മ്ലേച്ഛമാണ്. കാരണം ആത്മീയ അന്തരീക്ഷം എന്താണെന്നും സന്യാസം എന്താണെന്നും അറിയുന്ന ആർക്കും അത് ഉൾക്കൊള്ളാനാവില്ല. പിന്നെ മാധ്യമങ്ങളൊക്കെ അവിടെ പൊക്കിക്കൊണ്ട് കിടന്ന കാര്യങ്ങൾ അറിയാമല്ലോ. ഏതോ ഒരു മാലവിൽപ്പനക്കാരത്തി പെൺകുട്ടിയുടെയും. ഇതൊന്നുമല്ല, പ്രയാഗ്രാജ് പോലുള്ള മഹാസംഗമവേദിയിൽ വന്ന് കുംഭമേളയിൽ കുളിച്ച് പുണ്യം നേടാൻ എത്രയോ വ്യക്തികൾ വരുന്നിടത്താണ് ഈ വൃത്തികെട്ട ആഭാസത്തരങ്ങൾ കാണിക്കുന്നത്. ഇത്തരം സംഗതികളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സംഘാടകരും അധികാരികളും വളരെ ഉത്തരവാദിത്തത്തോടുകൂടി പെരുമാറണമെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ ഈ മേളയ്ക്കൊരു പുണ്യപവിത്രത പൂർണ്ണമായി കൈവരുത്താൻ നമുക്ക് കഴിയില്ല. നന്ദി, നമസ്കാരം.